അങ്ങനെ ഞാൻ കില്ല് കണ്ടു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 1 വീക്ക് ആഫ്റ്റർ ഇറക്കിയത് ഭാഗ്യം. ആൻഡ് താങ്ക്സ് ടു ദി ഡിസ്ട്രിബ്യൂട്ടർ. കാരണം ഞാൻ ഈ സിനിമ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇത് വലിയ മിസ്സായിരിക്കും. പ്രത്യേകിച്ച് ആക്ഷൻ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ജോണർ ഈസ് വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ഫേവറേറ്റ് ജോണർ ഇൻ മൈ ലൈഫ്. ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നൊരു ജോണറാണ്. ആൻഡ് ഐ വുഡ് സേ കിൽ എന്ന ഈ ഒരു പടം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവി ഐ ഹാവ് സീൻ അറൗണ്ട് ദി ഗ്ലോബ്. ഇന്ത്യൻ പടത്തിൽ നിന്നല്ല, മൊത്തത്തിലുള്ള ഇൻ ദി വേൾഡ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ഷൻ, ബ്രൂട്ടൽ ആക്ഷൻ മൂവി. ഞാൻ വെറുതെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല, ഈ പടം കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിയിലെ ആക്ഷൻ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേ ക്ലീശേ സാധനങ്ങൾ ബ്രേക്ക് ചെയ്യുന്നൊരു പടമാണ്. എനിക്ക് അതുകൊണ്ട് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് സാധാരണ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു സാധാരണ ഒരു ആക്ഷൻ പടം, ഒരു 1-1.5 മണിക്കൂറുള്ള ഒരു ഹോളിവുഡ് ആക്ഷൻ പടത്തിൽ പകുതി മുക്കാലും സംസാരമായിരിക്കും, പകുതി മുക്കാലും നറേഷനായിരിക്കും. ഈ ഒരു പടത്തിൻ്റെ ആക്ഷൻ ബ്ലോക്കുകളും ആക്ഷൻ സെറ്റ് പീസസുകളൊക്കെ അടിപൊളിയാണെങ്കിലും സിനിമയുടെ ഒരു മേജർ പോർഷനും ഒന്നും ഉണ്ടാവില്ല. ഈവൻ അതിലാകെ വലിയ വ്യത്യാസമുള്ളത് ജോൺ വിക്ക് മൂവീസ് മാത്രമാണ്. അതുകൊണ്ടാണ് അത് അത്ര ഫേമസ് ആയത്. കാരണം ആക്ഷൻ അത്ര അധികം പ്രാധാന്യം കൊടുത്ത് തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഓൺ ആക്ഷൻ ബാക്ക്ഡ് ആയിട്ട് പോരാ തന്നെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെയാണ് ആ ഒരു സിനിമ മുഴുവനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ ഫീൽ തരുന്നത്. പക്ഷെ ഒരു കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ആക്ഷൻ എന്നുള്ള രീതിയിൽ കിൽ എന്നൊരു മൂവി എല്ലാത്തിനും സർപ്പാസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. കാരണം ഈ സിനിമയിൽ ഇതുപോലെ അതിന് പ്ലോട്ടിനായിട്ട് സമയം ചിലവാക്കുന്നില്ല എന്നല്ല, അത് ഭയങ്കര ക്രൂഷ്യലാണ് ഈ പടത്തിൽ. ജസ്റ്റ് എന്താണ് ഇവരുടെ ഫോക്കസ് പോയിന്റ്, അതിലേക്ക് മാത്രമാണ് ഈ സിനിമ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 NST സോൾജിയേഴ്സ് അവരാരായിരുന്നു, അവരൊരു ട്രെയിനിൽ കയറി, അതിനുള്ള കാരണം എന്താണ് എന്ന് മാത്രം പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ കിൽ കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് വാം ചെയ്യിപ്പിക്കും. ഒരു വാമപ്പ് ഉണ്ട് സാധനം. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇതല്ല നിങ്ങളിപ്പോൾ കാണാൻ കയറി ഉദ്ദേശിച്ച പടം ഇതല്ല, ഇതെന്താ സാധനം എന്ന് ഞങ്ങളെന്നെ കാണിച്ചു തരാൻ പോകണു എന്ന് പറഞ്ഞിട്ടൊരു ഷിഫ്റ്റിംഗ് ഉണ്ട്. അവിടെ എനിക്ക് എണീറ്റെന്ന് കൈയടിക്കണം തോന്നി. ഞാൻ ഈ ബെർസേർക്ക് ബുക്ക് വായിക്കുമ്പോൾ അതിലെ ഗട്ട്സ് ഈ കുറേ കഴിയുമ്പോൾ നമ്മൾ ആനിമയിൽ നിന്നത് കണ്ടിട്ടില്ല, അതിൻ്റെ അഡാപ്റ്റേഷൻ വന്നിട്ടില്ല. ഈ ബെർസേക്കർ ആർമർ കയറിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനമുണ്ട്. ഒരു പ്രോട്ടോഗോണിസ്റ്റ് ഒരു മോൺസ്റ്ററായിട്ട് മാറുമ്പോൾ ഈ 100 ബിക്കം ദി 100 എന്ന് പറയില്ല, ആ സാധനം. ഈ കൊല്ലാൻ വന്ന ഒരു 10-100 പേര് ആളെ കണ്ടിട്ട് അല്ലെങ്കിൽ ആൾ ചെയ്ത് വെച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു ബിൽഡപ്പ് ഉണ്ട്. ഈ ഒരു മിനിമം ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ ഈ സിനിമ ചെയ്തു വെക്കുന്നൊരു സാധനം ഒരു രക്ഷയില്ല. ആൻഡ് ഇതൊക്കെ തന്നെ നമുക്ക് എണീറ്റെന്ന് കൈയടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ എഫക്റ്റ് നൽകുന്നതോ അല്ലെങ്കിൽ ഒരു ക്ലീശേ കൊമേഴ്ഷ്യൽ എലമെൻറ്റ് വെച്ചിട്ടുള്ള സാധനങ്ങളേ അല്ല. കാരണം ഇതിൻ്റെ സൗണ്ട് ട്രാക്കും എല്ലാം തന്നെ നമുക്ക് ആ ഒരു സ്പേസ് പോലും തരില്ല, നമുക്കൊരു കൈയടിക്കാൻ പോലും ഒരു ഗ്യാപ്പ് തരില്ല. കാരണം അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടല്ല ഈ സിനിമയിൽ കാണിക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണിച്ചു തരാം. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹീറോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടു പതിഞ്ഞിട്ടുള്ള ഈവൺ ഒരു മാസ് സീന്, അതിൽ വേണമെങ്കിൽ ഒരു സ്ലോ മോഷനിലും ആളൊന്ന് തിരിഞ്ഞു നിൽക്കുക, ഒന്ന് നടന്നു വരിക, അങ്ങനത്തെ ഒരു ഒറ്റ ഷോട്ട് പോലും ഇല്ല ഈ പടത്തിൽ. അതൊക്കെ ഈ സിനിമയുടെ എലിവേഷൻ ലെവലിനെ കൂട്ടുന്ന വിധം ഒരു രക്ഷയില്ലാത്തത്. എനിക്ക് മണിക്കൂറുകളോളം ഈ സിനിമയെ പറ്റി സംസാരിക്കണമെന്നുണ്ട്. കാരണം അത്രയധികം എനിക്കിഷ്ടമായി. ജസ്റ്റ് ആ ഒരു 1.5 മണിക്കൂറിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ, നിങ്ങൾ സ്ഥിരം ആക്ഷൻ സിനിമകളെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് മൂവി. OTT എന്നല്ല, തിയേറ്ററിൽ കിട്ടുന്ന ഒരു എഫക്റ്റ് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നതിനെപ്പറ്റി എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ, സ്പോയിലർ ഇല്ലാതെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ എന്ന ഒരു സെറ്റപ്പിൽ തന്നെ എന്തൊക്കെ, അതും ഇന്ത്യൻ റെയിൽവേ ആണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്കറിയാം, അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് അറിഞ്ഞിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയ്ക്ക് റീമേക്ക് വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഈ സിനിമയുടെ റൈറ്റ്സ് ഒക്കെ നമ്മുടെ ജോൺ വിക്കിൻ്റെ ഡയറക്ടർ കൊണ്ടുപോയിട്ടുണ്ട്. സോ അവരവിടെ ചെയ്യാൻ പോകുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അവിടെ ഇതൊന്നും നടക്കില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഒരുപാട് പരിമിതികളിൽ വെച്ചിട്ടാണ് ഈ സിനിമയുടെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. കാരണം എവിടെയാണ് ട്രെയിനിൻ്റെ പോണക്കളെ നടക്കാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെയാണ് ഇങ്ങനെ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരു റോബറി നടക്കുമ്പോൾ അതിൽ ബാക്കിലുള്ള ആളോ ഫ്രണ്ടിലുള്ള ആളോ പോലും അറിയാതെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. സോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ തുറന്ന് കാണിച്ച്, ഈവൻ ഇതിൽ ഇവരെ റിവോൾവ് ചെയ്ത് വരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഈവൻ ഏത് കോച്ചിലാണ് നമുക്ക് പറഞ്ഞു തരും, ആ കോച്ചും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിലെന്തൊക്കെ ചെയ്യാം, ഒരാൾ ഇറങ്ങിപ്പോയാൽ എങ്ങനെ കയറി വരാൻ പറ്റും, ഏതൊക്കെ വഴി കൂടെ ഇറങ്ങിയും കയറിയും വരാം, എവിടെയൊക്കെ അറിയാണ്ട് കയറാം, അങ്ങനത്തെ കുറേ നമുക്ക് പരിചയമുള്ള ആ ഒരു ടെറൈനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇവർ ചെയ്തു വെക്കുന്ന സാധനങ്ങൾ ഇറ്റ്സ് എക്സ്ട്രോർഡിനറി, ഔട്ട്സ്റ്റാൻഡിങ്, ഒരു രക്ഷയില്ലാന്ന് പറയുമ്പോൾ കിൽ കൗണ്ട് കാണിക്കുന്ന സാധനം ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് സീൻ ഇൻ ദാറ്റ് മൂവി എന്ന് പറയാം. ആൻഡ് പ്രോട്ടഗോണിസ്റ്റിന് മാത്രമല്ല, നമ്മൾ കൂടുതലായിട്ട് ഇവർ കാണുന്നത് ആൻറ്റഗോണിസ്റ്റുകളിലേക്കാണ്. സോ ഒരു പരിധി കഴിഞ്ഞാൽ ആൻറ്റഗോണിസ്റ്റുകളുടെ അല്ലെങ്കിൽ വില്ലന്മാരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മളിത് കാണുമ്പോൾ
അവർക്ക് ഉണ്ടാവുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയാണ്. ആ ഫാമിലിപ്പെട്ടവരാണ് അന്ന് മുഴുവനായിട്ട് ഈ ഒരു റോബറി മുഴുവനായിട്ട് ചെയ്യാൻ വരുന്നത്. സോ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അവർക്ക് വരുന്ന കുറേ മാറ്റങ്ങൾ, അവരിൽ ഓരോരോ ക്യാരക്ടേഴ്സിനൊക്കെ എന്ത് സംഭവിക്കുന്നു ഒക്കെ നമുക്കിങ്ങനെ കണ്ടുപോകുമ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതേപോലെ തന്നെ ആവുന്നുണ്ട്. ആൻഡ് പ്രോട്ടഗോണിസ്റ്റിനെ പറ്റി പ്രോപ്പറായിട്ടുള്ളൊരു റിഡംഷൻ ആർക്ക് അതും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കോസ് എന്തിനാണ് ഇത് ഇയാൾ ചെയ്യുന്നത്, അത് ചെയ്തിട്ട് ഇയാൾക്ക് എന്താണ് കിട്ടുന്നത്, ഇയാൾക്ക് നിർത്തിക്കൂടെ എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റിലും എന്ത് കാരണത്തിനാണ് ചെയ്യുന്നുള്ള ജസ്റ്റിഫിക്കേഷൻ, ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ട് കിഡിലൻ സ്റ്റോറി ലൈൻ, കിഡിലൻ വൺ ലൈൻ, അതിനൊപ്പം തന്നെ ഒരു രക്ഷയാത്ത സ്ക്രീൻ പ്ലേയിലാണ് ഈ പടം നിൽക്കുന്നത്. നമ്മൾ ഈ കണ്ട സീക്വൻസുകളിൽ മാത്രമല്ല, അതിന് മേക്കിംഗ്, സിനിമാറ്റോഗ്രഫിയും എത്ര എഫോർട്ട് എടുത്തിട്ട് പോയി ചെയ്തതെന്ന് മാത്രമല്ല, സ്ക്രീൻ പ്ലേ ആൻഡ് എഡിറ്റിംഗ് ഇത് രണ്ടും കൂടി ബ്ലെൻഡായി വന്നതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്ര അടിപൊളിയായിട്ട് തോന്നുന്നത്. ഓരോ പർട്ടിക്കുലർ സീൻ, ഒരു ഷോട്ട്, ഒരു സെക്കൻഡ് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ടുണ്ട് ഇന്ന കാരണത്തിനാണ്. അല്ലാണ്ട് ആക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വിടുന്ന പരിപാടിയില്ല. ഈ പടത്തിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം ഇതിന് വൺ ലൈൻ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കയറുന്നു, ആക്ഷൻ നടക്കുന്നു പറഞ്ഞിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫറിന് കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് മൂവി. വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഇന്ത്യൻ ബ്രൂട്ടൽ ആക്ഷൻ മൂവി. ആൻഡ് ദിസ് A-rated അല്ലെങ്കിൽ R-rated അഡൾട്ട് മൂവി. ആൻഡ് ആ ഒരു A സർട്ടിഫിക്കറ്റ് കൊടുത്തത് മതി. ഇതൊക്കെ നമ്മൾ സെൻസർ ബോർഡിൻ്റെയൊക്കെ കയ്യിൽ അവരൊന്നും കാണിക്കാൻ പോലും പാടില്ല ഈ പടമൊക്കെ. ഇതൊക്കെയാണ് വേണ്ടത്. ആൻഡ് ഈവൺ ഓരോ പഞ്ചും എനിക്ക് ഫീൽ ചെയ്തു. അഡ്രിനാലിന് റഷാണെന്ന് പറയാം. ഞരമ്പൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഹാർട്ട് പമ്പിങ് എഫക്റ്റ് കിട്ടും നമുക്ക്. അത് ഞാൻ ഇത്രയും പറയാൻ കാരണം, ഐ വാസ് ഇൻ എവറി മൂവി ഇൻ ആക്ഷൻ ജോണർ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ ഓവറാക്കി പറയുന്നതായിട്ട് എനിക്ക് തോന്നും. പക്ഷേ എൻ്റെ അറിവിൽ ഒരു 90% ഓഫ് ദി നല്ല ആക്ഷൻ മൂവീസ്, അതിപ്പോൾ ഏത് ജോണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഭാഷ ആയിക്കോട്ടെ, തായ്ലൻഡ്, ജപ്പാനീസ്, കൊറിയൻ, ഇംഗ്ലീഷ് മാത്രമല്ല, ഹോളിവുഡ് മാത്രമല്ല, ഇങ്ങനത്തെ അല്ലാതെ കുറേ ജപ്പാനീസും ഇങ്ങനെ ഉണ്ടെങ്കിലും ലൈവ് ആക്ഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ പടമാണ് കില്ല്. അതിൻ്റെ ട്രെയിലറിൽ എന്താണ് പ്രോമിസ് ചെയ്തത് അത് തന്നെയാണ് ഈ പടം. ആണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഫാമിലീസ് ഒന്നും കയറരുത്. ദിസ് ഈസ് നോട്ട് എ ഫാമിലി മൂവി. ഈ ഫാമിലീസിന് ബേസ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിനിമയിലെങ്കിലും ഇത് അങ്ങനെ ഉള്ളവർക്ക് പറ്റിയിട്ടില്ല. ഇറ്റ്സ് എ ബ്രൂട്ടൽ മൂവി. മസ്റ്റ് വാച്ച്, ഗോ ആൻഡ് വാച്ച് ആൻഡ് എക്സ്പീരിയൻസ്. ഇത് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പടത്തിനെ പറ്റി ഞാൻ ഇനിയും ഒരുപാട് പറയും. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ജോണർ, അതിൽ നിന്നൊരു പടം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇന്ത്യ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയിട്ട് അത് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ എനിക്ക്. ദിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്ട്രോർഡിനറി. ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ഓഫ് സ്കിൽ മൂവി. സോ നിങ്ങൾ ആക്ഷൻ എന്നൊരു ജോണർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ വലിയ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലാണ് ഇതുപോലത്തെ സിനിമകൾ ഇനി നമുക്ക് വരുള്ളൂ. സോ കില്ല് നിങ്ങൾ കണ്ടവരാണെങ്കിൽ കില്ലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഐ എം കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് മാൻ. കിഡിലും പടം.